നമുക്ക് വാർത്തകളിലേക്ക് വരാല്ലേ. ഈ ബാലരാമപുരത്തെ വിവാദ സ്ലാബ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നൊരു തീരുമാനമാവൂ എന്നൊക്കെ നമുക്ക് അറിയണം. ഈ കുടുംബം നിയമപരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് പ്രധാനം, അല്ലേ പ്രസാദ്? അത് നിയമപരമായി മുമ്പോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അത് ഇന്നുണ്ടാകുമെന്നാണ് അറിയുന്നത്. പക്ഷേ എന്തായാലും ആ കല്ലറ പൊളിച്ചു നീക്കുക തന്നെ ചെയ്യും, സ്ലാബ് നീക്കുക തന്നെ ചെയ്യും. കാരണം അതല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്ന് അറിയേണ്ട ബാധ്യത അത് സ്റ്റേറ്റിനുള്ളതാണ്. അതുകൊണ്ട് ജില്ലാ ഭരണകൂടവും പോലീസും എത്രയും പെട്ടെന്ന് അത് പൊളിക്കാനുള്ള നടപടിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷെ അത് പറയുമ്പോഴും ഒരു വർഗീയ സംഘർഷം അത് ഉണ്ടാവരുത് എന്ന ഉറപ്പ് ജില്ലാ ഭരണകൂടത്തിനും അതുപോലെ തന്നെ പോലീസിനുമുണ്ട്. ഒരു സംഘർഷം ഉണ്ടായാലും കുഴപ്പമില്ല എന്ന നിലയിലായിരുന്നു പോലീസ് നീക്കമെങ്കിൽ അന്ന് തന്നെ ആ കല്ലറ മാറ്റി അന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാമായിരുന്നു. പക്ഷെ അതൊന്നും വലിയ സംഘർഷത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പല വർഗീയ സംഘർഷങ്ങളും ഉണ്ടായത് ചെറിയ ചെറിയ കാരണങ്ങളിൽ നിന്നാണ്. ഇതിവിടെ തീവ്ര ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ തീവ്ര മുസ്ലിം സംഘടനകളും ഒക്കെ അതിനകത്തേക്ക് ഇടപെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് അന്ന് ജില്ലാ ഭരണകൂടവും പോലീസും പിന്മാറിയത്. അതല്ലാതെ ആ ആളുകളെ കൈകാര്യം ചെയ്യാനോ അവരെ മാറ്റി നിർത്താനോ ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും വളരെ എളുപ്പം കഴിയും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഒരു സംഘർഷത്തിലേക്ക് പോകേണ്ടതില്ല. എന്ത് തന്നെയായാലും കുടുംബത്തിന്റെ ഒരു കാഴ്ചപ്പാടിലും ഒരു മറ്റു കാര്യങ്ങളിലും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിൽ അത് പൊളിക്കാനേ പാടില്ല എന്നുള്ളതായിരുന്നെങ്കിൽ പരിശോധനയ്ക്ക് കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് കുടുംബവും എത്തിയിട്ടുണ്ട്. ഒപ്പം പ്രതിഷേധിക്കുന്നവരും ഇനി അതേ ലൈനിലേക്ക് വരും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും അധികം വൈകാതെ അതിനൊരു തീരുമാനമുണ്ടാകും. ഒരു സംഘർഷമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും പോലീസും ഉദ്ദേശിക്കുന്നത്.